കുരിശിലേറിയ യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈസ്റ്റർ. പള്ളുരുത്തി ചിറക്കൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ കപ്പ്യാർ പീറ്റോ പ്രായത്തെ മറികടന്നാണ് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ വിശുദ്ധവാരം പകുതിയോടെ ആരംഭിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇദ്ദേഹമാണ് ഇടവകയിലെ ഈസ്റ്റർ ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. കാണാം നമുക്ക് നേർക്കാഴ്ച. മാനവരാശിയുടെ പാപം അത്രയും ഏറ്റുവാങ്ങി പീഡനങ്ങൾ സഹിച്ച് ഗാഗുൽത്താൻ മലയിൽ കുരിശുമരണം വരിച്ച യേശു ഏത് സഹനത്തിനു ശേഷവും പ്രതീക്ഷയുടെ പൊൻപുലരി ഉണ്ടാകുമെന്ന് അതേ മാനവരാശിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് മൂന്നാം നാൾ ഉയർത്തെണീറ്റത്. നാഥൻ ഉയർത്തെണീറ്റതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ഈസ്റ്ററും. ഈ കഴിഞ്ഞ ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളുരുത്തി ചിറക്കൽ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഉയർപ്പ് ശനി പാതിരാ കുർബാനയ്ക്ക് ശേഷം ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരം നടത്തുന്നതിന്റെ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകി വരികയായിരുന്നു ഇടവക കപ്പ്യാർ പീറ്റോ. ചിറക്കൽ സെന്റ് ജോസഫ് പള്ളിയിലെ ഈസ്റ്റർ ദിനാഘോഷങ്ങളുടെ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി, അതൊരുക്കുന്നതിന് വേണ്ടി ഈ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അതിനുവേണ്ടി നല്ലവണ്ണം പ്രയത്നിക്കുകയും ചെയ്തു. അവർക്ക് എല്ലാവർക്കും ഇടവകയുടെ പേരിലും നന്ദി പറയുകയും ഔസേപ്പിതാവിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഇവർക്ക് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ചിറക്കൽ സെൻറ്റ് ജോസഫ് ചർച്ചിൽ വർഷങ്ങളായി ഈ ഉയർപ്പ് തിരുനാൾ വളരെ ഭംഗിയായി അലങ്കരിക്കുന്നതിന് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ ഇപ്പോഴത്തെ കപ്പേര് കൂടിയായ പീറ്റോയാണ്. പീറ്റോ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഞങ്ങളെ ക്രോഡീകരിക്കുകയും ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്ത് വളരെ ഭംഗിയാക്കുന്നതിന് വേണ്ടി പീറ്റോ പ്രയത്നിക്കുന്നതിന് എല്ലാവിധ നന്ദിയും പീറ്റോ ഞങ്ങൾ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രായത്തെ മറികടന്നാണ് ഇദ്ദേഹം ഈസ്റ്റർ ഒരുക്കങ്ങൾക്ക് മുൻകൈയെടുക്കുന്നത്. എല്ലാ വർഷവും നടക്കുന്ന ഒരുക്കങ്ങൾ ഈ വർഷവും പൂർവാധികം ഭംഗിയായാണ് അദ്ദേഹം സംഘടിപ്പിച്ചത്. കൂടെ സഹായത്തിന് ഒരു കൂട്ടം ചെറുപ്പക്കാരും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. Study German at International Language Academy, ELA Cochin. Grab your future in Germany and Austria.